ഗുൽഫം ഖദീജ സുൽത്താനയോട് പറയുന്നു, ഷഹസാദ് മുസ്തഫ ഇന്ന് ഇബ്രാഹിം പാഷയാവും ക്ലാസ്സിൽ നിന്ന് വിളിക്കാൻ വരുന്നത്. ഞാനത് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം സുൽത്താനയെ അവിടെ വെയിറ്റ് ചെയ്യും. താങ്ക് യു ഗുൽഫം. കല്യാണം കഴിയുമ്പോൾ നീയും എൻ്റെ കൂടെ മെയ്താൻ പാലസിലേക്ക് പോര്. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എൻ്റെ സുൽത്താന. പക്ഷെ നിനക്കറിയാലോ, ഞാൻ ഇൻക്യാരത്തിൻ്റെ ഹരത്തിൽപ്പെട്ട പെണ്ണാണ്. എനിക്കിവിടുന്ന് പോകാനാവില്ല. ഞാൻ വാലിദയോട് ഇതേപ്പറ്റി സംസാരിക്കാം. അതൊന്നും ശരിയാവില്ല സുൽത്താന. ഇത് നൂറ്റാണ്ടുകളായി പിന്തുടരുന്ന രീതിയാണ്. നമുക്കത് മാറ്റാനാവില്ല. വിഷമിക്കണ്ട, മെയ്താൻ പാലസ് ഇവിടെ അടുത്തല്ലേ. ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് വന്നോളാം. ഹുറം അങ്ങോട്ട് കയറി വരുന്നു. കുമ്പിട്ടു. സുൽത്താന, ഗുൽഫം ഖാത്തൂൻ, നിങ്ങൾ സുഖമായിരിക്കുന്നു? വരൂ ഹുറം, ഇവിടെ ഇരിക്കുക, ഖദീജ സുൽത്താന പറഞ്ഞു. ഇരുന്ന ഹുറം ഖദീജ സുൽത്താനയെ നോക്കി. എന്താ സുൽത്താന വിഷമിച്ചിരിക്കുന്നത്? കല്യാണത്തിന് ഇനിയും സമയമുണ്ട്. പക്ഷേ ഇവിടുന്ന് പോകുന്ന കാര്യം ഓർത്ത് സുൽത്താന ഇപ്പോഴേ ദുഃഖത്തിലാണ്. ഗുൽഫം ഖാത്തൂൻ, നിങ്ങൾ പോകുന്നില്ലേ സുൽത്താനയോടൊപ്പം? എനിക്കങ്ങനെ പോകാനാവില്ല. അത് കുഴപ്പമില്ല. ദായ ഖാത്തൂൻ സുൽത്താനയോടൊപ്പം നല്ലൊരു ദാസിയെ തന്നെ അയച്ചോളും. ഹുറം നിഗാറിനോടൊപ്പം സംസാരിച്ചത് ഓർക്കുന്നു. സാദികയെ ഇൻക്യാരത്തിൻ്റെ കിടപ്പറയിലേക്ക് അയക്കാൻ ഞാൻ സമ്മതിക്കില്ല നിഗാർ. എങ്ങനെ? ഞാൻ അവളെ ഇവിടുന്ന് ഓടിക്കും. ഹുറം സുൽത്താന, ഞാൻ ഇത് വന്ന് പറഞ്ഞത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. നാളെ എനിക്ക് ഇതോർത്ത് ദുഃഖിക്കേണ്ടി വരരുത്. പേടിക്കേണ്ട നിഗാർ, അതിനുള്ള വഴി ഞാൻ കണ്ടെത്തും. ഹുറം ഖദീജ സുൽത്താനയോട് പറയുന്നു. വാലിദ സുൽത്താനയുടെ ചേംബറിൽ ഒരു പെണ്ണില്ലേ? അവൾ വളരെ നല്ലതാണെന്ന് തോന്നുന്നു. ഏത് പെണ്ണ്? അവളുടെ പേര് ഹുറം ആലോചിക്കുന്നത് പോലെ ഇരിക്കുന്നു. സാദിക. അവളാണ് ഷഹസാദുമാരെ തീയിൽ നിന്ന് രക്ഷിച്ചത്. ഖദീജയും ഗുൽഫമും പരസ്പരം നോക്കി. ശരിയാണ്, വാലിദയ്ക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്, ഖദീജ സുൽത്താന പറഞ്ഞു. അവളെ ഇവിടെ കൊണ്ടുവന്നത് ഇബ്രാഹിം പാഷയാണ്. അത് ശരി. സുംബുലാഗിയാണ് എന്നോടത് പറഞ്ഞത്. വാലിദ സമ്മതിക്കുമോ എന്നറിയില്ല. വാലിദ സമ്മതിക്കും സുൽത്താന. നിങ്ങൾ ചോദിച്ചാൽ വാലിദയ്ക്ക് സമ്മതിക്കാതിരിക്കാനാവില്ല. ഹുറം സുൽത്താന പറഞ്ഞത് ശരിയാണ്. ദായ ഖാത്തൂനും അവളെപ്പറ്റി നല്ല അഭിപ്രായമാണ്, ഗുൽഫം പറഞ്ഞു. ശരി, നമുക്ക് നോക്കാം, ഖദീജ പറഞ്ഞു. ഹുറത്തിന് ആശ്വാസമായി. സാദിക വാലിദ സുൽത്താനയ്ക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നു. എന്നിട്ട് മാറി നിന്നു. വാലിദ സുൽത്താന അവളെ ശ്രദ്ധിച്ചു. സാദിക, എന്താ സുൽത്താന? നീ ഇപ്പോൾ ചിരിക്കാറേ ഇല്ലല്ലോ. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താണെങ്കിലും എന്നോട് പറ. അങ്ങനെയൊന്നുമില്ല സുൽത്താന. ഹരത്തിലെ പെണ്ണുങ്ങൾ നിന്നെ വഴക്ക് പറയുന്നുണ്ടോ? അതൊന്നുമല്ല സുൽത്താന. എന്താണെങ്കിലും പറ, പേടിക്കണ്ട. സുംബുലാഗ എന്നെ ഒരുക്കി ഇൻക്യാരത്തിൻ്റെ ചേംബറിലേക്ക് കൊണ്ടുപോയിരുന്നു. പക്ഷേ അദ്ദേഹം എന്നെ തിരിച്ചയച്ചു. എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തത് സംഭവിച്ചോ എന്ന് സംശയം. അത് ശരി, കുറച്ച് ക്ഷമിക്കുക. സമയമാകുമ്പോൾ നിനക്ക് വീണ്ടും പോകാനാവും. ഇപ്പോൾ നിൽക്കുന്നത് പോലെ തന്നെ ബഹുമാനത്തോടെയും വിനയത്തോടെയും നിന്നാൽ മതി. ഇന്ന് നീ പോയി മുസ്തഫയെ ക്ലാസ്സിൽ നിന്ന് വിളിച്ചുകൊണ്ട് വാ. എനിക്ക് അവനെ കാണണം. സാദിക കുമ്പിട്ടിട്ട് പോകുന്നു. സുലൈമാനും ഇബ്രാഹിമും സംസാരിക്കുന്നു. നമ്മുടെ ശത്രുക്കൾ തമ്മിൽ വഴക്കിടുന്നത് നമുക്ക് നല്ലതാണ്. നമ്മുടെ പൂർവികർ ചെയ്തിരുന്നത് പോലെ അവർ തമ്മിലുള്ള പ്രശ്നം അവസാനിക്കാതിരിക്കാനും കൂടുതൽ ഭിന്നിപ്പിലേക്ക് പോകാനും ശ്രമിക്കണം, സുലൈമാൻ പറഞ്ഞു. മാർട്ടിൻ ലൂതർ പറഞ്ഞത് തുർക്കികൾ പിശാചിൻ്റെ ദാസന്മാരാണ്. ദൈവത്തിൻ്റെ വടിയെടുത്ത് പിശാചിനെ അടിച്ചാൽ അവർ ഒറ്റപ്പെടും. നമ്മളിപ്പോൾ തുർക്കികൾക്കെതിരെ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ പോപ്പിനും ബിഷപ്പുമാർക്കും പുരോഹിതർക്കും എതിരെയാണ് യുദ്ധം ചെയ്യേണ്ടതെന്നാണ്, ഇബ്രാഹിം പറഞ്ഞു. ശരി, അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. ലൂതറിനും ജർമ്മൻ രാജാക്കന്മാർക്കും വേണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. മാർപ്പാപ്പയ്ക്കും സ്പെയിനും എതിരെയുള്ള അവരുടെ യുദ്ധം പരാജയപ്പെടാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. ഇബ്രാഹിം തല കുമ്പിട്ടു. ഇൻക്യാരം, അഹമ്മദ് പാഷ അങ്ങയെ കാണാൻ വന്നിരിക്കുന്നു, ഒരു ഗാർഡ് വന്ന് പറഞ്ഞു. അഹമ്മദ് പാഷ കയറി വന്നു, തല കുമ്പിട്ടു. എങ്ങനെയിരിക്കുന്നു അഹമ്മദ് പാഷ? എപ്പോഴാണ് ഈജിപ്തിലേക്ക് പോകുന്നത്? ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു ഇൻക്യാരം. നാളെ പോകും. ഞാൻ അങ്ങയുടെ അനുഗ്രഹം വാങ്ങാനെത്തിയതാണ്. അള്ളാഹു നിനക്ക് വഴി കാണിക്കട്ടെ. ഈജിപ്ത് പ്രൊവിൻസിന് താങ്കളുടെ മേൽനോട്ടത്തിലാവും അഹമ്മദ് പാഷ. അവിടെ ചെന്ന് എനിക്കും ഓട്ടോമൻ സാമ്രാജ്യത്തിനു വേണ്ടി നീതി നടപ്പാക്കൂ. അതേക്കുറിച്ച് ആശങ്ക വേണ്ട ഇൻക്യാരം. അങ്ങയുടെ നീതി നിർവഹണം ഈജിപ്തിലും നടപ്പാക്കും. അങ്ങയുടെ ഖജനാവിൽ പണം നിറയും. അതിനുള്ള പുതിയ മാർഗങ്ങൾ കണ്ടെത്താനും ഞാൻ ശ്രമിക്കും. സുലൈമാൻ തലയാട്ടി. അഹമ്മദ് പാഷ, നിങ്ങൾക്ക് ഈ നിൽക്കുന്ന ഖാദി സെയ്ദ് മുഹമ്മദ് എഫൻഡിയെ അറിയുമോ? ഇബ്രാഹിം ചോദിച്ചു. അഹമ്മദ് പാഷ ഇഷ്ടക്കുറവോടെ ഇബ്രാഹിമിനെ നോക്കി. അതെ, എനിക്ക് അദ്ദേഹത്തെ അറിയാം. അദ്ദേഹവും താങ്കളോടൊപ്പം ഈജിപ്തിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹം അങ്ങയെ എല്ലാ ഭരണകാര്യങ്ങളിലും സഹായിക്കും. അഹമ്മദ് പാഷ രൂക്ഷമായി ഇബ്രാഹിമിനെ നോക്കി. അതിൻ്റെ ആവശ്യമില്ല ഇബ്രാഹിം പാഷ. എനിക്കെൻ്റെ സ്വന്തം വിശ്വസ്തരുണ്ട്. പാഷ, ഈജിപ്തിൽ നമ്മൾ പുതിയ നിയമങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് മുഹമ്മദ് എഫൻഡി അങ്ങയെ സഹായിക്കും. മുഹമ്മദ് എഫൻഡി അഹമ്മദ് പാഷയെ നോക്കി. ഇൻക്യാരം, അഹമ്മദ് പാഷ വിളിച്ചു. സുലൈമാൻ ഒന്നും പറയണ്ട എന്ന് കൈ കാണിച്ചു. ഖാദി സെയ്ദ് മുഹമ്മദ് എഫൻഡി, താങ്കൾ അഹമ്മദ് പാഷയോടൊപ്പം ഈജിപ്തിലേക്ക് യാത്ര പുറപ്പെടാൻ തയ്യാറായിക്കോളൂ, സുലൈമാൻ പറഞ്ഞു. അങ്ങയുടെ ഉത്തരവ് പോലെ, മുഹമ്മദ് എഫൻഡി പറഞ്ഞു. അഹമ്മദ് പാഷ ഇബ്രാഹിമിനെ രൂക്ഷമായി നോക്കി.
ഇബ്രാഹിം അയാളെ നോക്കി ചിരിച്ചു. ഖദീജ സുൽത്താന ഷെഹസാദ് മുസ്തഫയുടെ ക്ലാസ്സിലേക്ക് വരുന്നു. എന്നിട്ട് ഇബ്രാഹിമിനെ കാത്തു നിന്നു. കൗൺസിൽ മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും പുറത്തിറങ്ങി. ഇബ്രാഹിം മുഹമ്മദ് അഫൻഡിയെ വിളിച്ചു. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത് മുഹമ്മദ് അഫൻഡി. അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്പോൾ തന്നെ എന്നെ എഴുതി അറിയിക്കണം. പ്രത്യേകിച്ച് അഹമ്മദ് പാഷ അവിടെ എന്തൊക്കെ ചെയ്യുന്നു എന്ന് എനിക്കറിയണം. എപ്പോഴും അഹമ്മദ് പാഷയുടെ കൂടെ തന്നെ ഉണ്ടാവണം. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിൽ എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ അത് ചെയ്യാൻ അനുവദിക്കരുത്. പേടിക്കേണ്ട ഇബ്രാഹിം പാഷ. അങ്ങ് എന്തിനാണ് എന്നെ അങ്ങോട്ടേക്ക് നിയമിച്ചിരിക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായി അങ്ങയെ എഴുതി അറിയിക്കും. ശരി, സുരക്ഷിതമായ യാത്ര പുറപ്പെടൂ അഫൻഡി, ഇബ്രാഹിം തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. അയാൾ കുമ്പിട്ടിട്ട് പോയി. മറ്റൊരാൾ വന്ന് ചോദിക്കുന്നു, പാഷ, അങ്ങ് എൻഡറണിലേക്ക് പോവുകയാണോ? അവർ അങ്ങേ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ ആദ്യം ഷെഹസാദിനെ കാണാൻ പോവുകയാണ്, എന്നിട്ട് എൻഡറണിലേക്ക് പോകാം, ഇബ്രാഹിം പറഞ്ഞിട്ട് പോയി. ഇബ്രാഹിം എത്തിയപ്പോൾ ഖദീജ സുൽത്താന അവിടെ നിന്നിരുന്നു. അയാൾ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. മുസ്തഫ അകത്തുണ്ട്, ഖദീജ പറഞ്ഞു. ഇബ്രാഹിം നോക്കാൻ പോയപ്പോൾ ഖദീജ പറയുന്നു, വേണ്ട വേണ്ട, അവനറിഞ്ഞാൽ വേഗം ഇങ്ങോട്ട് ഓടി വരും. ഇബ്രാഹിം ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. വാലിദ സുൽത്താനയുടെ കൂടെ മെയ്ദാൻ പാലസ് കാണാൻ പോയിരുന്നല്ലേ? സുൽത്താനയ്ക്ക് ആ പാലസ് ഇഷ്ടപ്പെട്ടോ? വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ അതിപ്പോൾ സ്വപ്നം കാണാറുണ്ട്. ആ സ്വപ്നങ്ങളൊന്നും സത്യമാവാതിരിക്കുമോ എന്നിടയ്ക്ക് പേടിയും തോന്നാറുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ ദിവസവും അവിടെ പോകാറുണ്ട്. അത് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയ ഏറ്റവും സുന്ദരമായ പാലസാക്കാൻ ശ്രമിക്കുകയാണ് സുൽത്താന. അവിടെ നമ്മൾ ഒന്നിക്കുന്ന നിമിഷത്തിനായി ദിവസങ്ങൾ എണ്ണി കഴിയുകയാണ് ഞാൻ, ഇബ്രാഹിം പറഞ്ഞു. എനിക്കതൊക്കെ വിശ്വസിക്കാൻ തന്നെ പ്രയാസം തോന്നുന്നു. സാദിക അങ്ങോട്ട് വന്ന് അവരെ കുമ്പിട്ടു. ഷെഹസാദ് മുസ്തഫയെ വിളിക്കാനായി വാലിദ സുൽത്താനയാണ് എന്നെ ഇങ്ങോട്ട് വിട്ടത്. ശരി, നീ അകത്ത് പോയി വെയിറ്റ് ചെയ്യേ, നമുക്ക് ഒരുമിച്ച് പോകാം. അവൾ കുമ്പിട്ടിട്ട് പോയി. ഇബ്രാഹിമും അവളെ നോക്കി. ഇബ്രാഹിം, നീയാണോ സാദികയെ ഇവിടെ കൊണ്ടുവന്നത്? അതെ, മാത്രാച്ചി നസ് എഫൻഡി അവളെ പരുക്ക് പറ്റി കിടക്കുന്നത് കണ്ട് രക്ഷിച്ച് എൻ്റെ അടുത്ത് കൊണ്ടുവന്നതാ. ഞാൻ അവളെ സുംബുലാഗയെ ഏൽപ്പിച്ചു. അവളാണ് ഷെഹസാദുമാരെ തീയിൽ നിന്ന് രക്ഷിച്ചത്. അവളെ വാലിദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ അവളെ എൻ്റെ കൂടെ മെയ്ദാൻ പാലസിലേക്ക് കൊണ്ടുപോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട് ഞാൻ. അത് നല്ലതാണ്. അവർ പരസ്പരം നോക്കി ചിരിച്ചു. ഹുറം ഗുൽനിഹാലിനോട് പറയുന്നു, സാദികയെ മെയ്ദാൻ പാലസിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം ഞാൻ ഖദീജ സുൽത്താനയോട് പറഞ്ഞിട്ടുണ്ട്. സുൽത്താന സമ്മതിച്ചോ? അതേപ്പറ്റി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. നമുക്ക് നോക്കാൻ കൊണ്ടുപോകുമോ എന്ന്. വാലിദ സുൽത്താന അവളെ വിടാൻ തയ്യാറാവുമോ? ആ പെണ്ണി പാലസ് വിട്ടു പോകും. ഇത് നടന്നില്ലെങ്കിൽ മറ്റൊരു വഴി ഞാൻ കണ്ടെത്തും. ഹുറം, ഇവിടെ 100 കണക്കിന് പെണ്ണുങ്ങളുണ്ട്. അവൾ പോയാൽ മറ്റൊരുവൾ വരും. സുലൈമാൻ്റെ ജീവിതത്തിൽ ഇനി ഞാൻ മാത്രമേ ഉണ്ടാവൂ. മറ്റൊരു പെണ്ണ് വരാൻ ഞാൻ അനുവദിക്കില്ല. ഹുറം, നിൻ്റെ ഈ വാശി എന്ന് അവസാനിക്കും? ഹുറം ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നു, ഞാൻ മരിക്കുമ്പോൾ. ഗുൽഷ മാഹിദേവരാനോട് പറയുന്നു, സുൽത്താന, നിങ്ങളുടെ വയറുവേദന ഇതുവരെ മാറിയില്ലല്ലോ. ഇത് മാറിക്കോളും. ചീഫ് ഫിസിഷ്യൻ തന്ന മരുന്ന് ഞാൻ കഴിക്കുന്നുണ്ട്. എനിക്കൊരു ജലദോഷം പിടിച്ചതാണ്. എനിക്ക് വൊമിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്. വൊമിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊരു സംശയം തോന്നുന്നുണ്ട് സുൽത്താന. ചിലപ്പോൾ അടുത്ത ഷെഹസാദ് വരാറായിട്ടുണ്ടാവും. എന്ത്? ചിലപ്പോൾ സുൽത്താന പ്രഗ്നൻ്റ് ആയിരിക്കും. എന്താ നീ പറയുന്നത് ഗുൽഷ? എനിക്ക് ചെറിയ വയറുവേദന ഉണ്ട്, അത്രേ ഉള്ളൂ. എനിക്ക് അങ്ങനെ തോന്നുന്നു സുൽത്താന. വേണമെങ്കിൽ നമുക്കൊരു ഫിസിഷ്യനെ കൊണ്ടുവന്ന് പരിശോധിപ്പിക്കാം. വേണ്ട, നീ പോയി കുറച്ച് പ്ലം സിറപ്പ് ഉണ്ടാക്കി കൊണ്ടുവാ. അത് കഴിച്ചാൽ എൻ്റെ എല്ലാ അസ്വസ്ഥതയും മാറും. ഗുൽഷ ചിരിച്ചുകൊണ്ട് കുമ്പിട്ടിട്ട് പോയി. മാഹിദേവരാൻ വിഷമത്തോടെ കിടന്നു. ലിയോ മെയ്ദാൻ പാലസിൽ പെയിൻറ്റിങ്ങിലായിരുന്നു. ഹുറത്തിൻ്റെ ചിത്രം കണ്ട് അവൻ അവരുടെ പഴയ കാലം ഓർമ്മ വരുന്നു. ലിയോ അതോർത്ത് നിൽക്കുമ്പോൾ മാത്രാച്ചി വന്ന് വിളിക്കുന്നു, ലിയോ വരൂ മാത്രാക് നസു അഫൻഡി. ഞാൻ പെയിൻറ്റ് മിക്സ് ചെയ്യുകയായിരുന്നു. പെയിൻറ്റിങ് എല്ലാം മറന്ന് പകൽക്കിനാവ് കണ്ട് നിൽക്കുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ലിയോ, നിനക്ക് എന്തെങ്കിലും ചുറ്റിക്കളിയുണ്ടോ? ചുറ്റിക്കളിയോ എന്ന് വെച്ചാൽ വല്ല പ്രേമത്തിലും പോയി കുടുങ്ങിയോന്ന്? ലിയോ ഒന്നും മിണ്ടാതെ തല കുനിച്ചു. എനിക്ക് മനസ്സിലായി. ഞാൻ നിൻ്റെ ഉണങ്ങാത്ത മുറിവിൽ ഉപ്പ് തേച്ചതുപോലെ ആയല്ലേ. നിങ്ങൾ എപ്പോഴെങ്കിലും ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ നസു അഫൻഡി? എന്നെ എന്താ വല്ല പാറയും കൊണ്ട് ഉണ്ടാക്കിയതാണോ? എനിക്കും ഒരു ഹൃദയമുണ്ട്. എനിക്ക് നന്നായി അറിയാം ഒരു പുരുഷൻ്റെ ഹൃദയത്തിലെ പ്രേമം. താങ്കൾക്ക് അവളെ നഷ്ടപ്പെട്ടോ? അവളെ അന്വേഷിച്ചിറങ്ങിയിട്ട് ഇതുവരെ കണ്ടെത്താനായില്ലേ നസു അഫൻഡി? അയാൾ തലയാട്ടി. ഞാൻ പറഞ്ഞത് ശരിയാണോ? അതെ, ഞാനും അവളെ അന്വേഷിച്ചിറങ്ങിയതാണ്. ലിയോ, നീയും അവളെ അന്വേഷിക്കുകയല്ലേ? ഇബ്രാഹിം പാഷയ്ക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുമോ അഫൻഡി? നീ വിഷയം മാറ്റുകയാണോ? ഇബ്രാഹിം പാഷയ്ക്ക് ഇഷ്ടപ്പെടും. ഞാൻ ഇന്ന് അദ്ദേഹത്തെ കാണാൻ പോകുന്നുണ്ട്. നിനക്ക് എന്തെങ്കിലും അദ്ദേഹത്തെ അറിയിക്കാനുണ്ടോ? ഇല്ല. സാദിക വാലിദ സുൽത്താനയ്ക്കും ഖദീജ സുൽത്താനയ്ക്കും വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നു. സാദിക, നീ പോയി ഷെഹസാദ് മുസ്തഫയെ നോക്ക്. സാദിക കുമ്പിട്ടിട്ട് പോന്നു. ഖദീജ, നീ എന്തെങ്കിലും പറയാൻ വേണ്ടി വന്നതാണോ? വാലിദ, ഞാൻ ഇവിടുന്ന് എൻ്റെ കൂടെ കൊണ്ടുപോകാൻ ഒരു വിശ്വസ്തയായ പെണ്ണിനെ നോക്കുകയായിരുന്നു. നിനക്ക് ഇഷ്ടപ്പെട്ടവരെ സെലക്ട് ചെയ്ത് കൊണ്ടുപോക്കോ. ഞാൻ ഒരാളെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരെയാണ്? സാദിക. വാലിദ സുൽത്താൻ ഒരു നിമിഷം ഒന്നും മിണ്ടിയില്ല. നിനക്ക് അവളെ ഇഷ്ടമായെങ്കിൽ കൊണ്ടുപോക്കോ. ഗുൽഷയും ഗുൽനിഹാലും ഹരത്തിലെ പെണ്ണുങ്ങളോടൊപ്പം ഇരിക്കുകയായിരുന്നു.
ഗുൽനിഹാൽ ഒരു പെണ്ണിനെ കൊണ്ട് ഗുൽഷയോട് ചോദിപ്പിക്കുന്നു. ഗുൽഷ, മാഹിദേവരൻ സുൽത്താനെ ഇപ്പോൾ പുറത്തേക്ക് കാണാറില്ലല്ലോ. എല്ലാവരും പറയുന്നത് സുൽത്താനയ്ക്ക് സുഖമില്ലെന്നാണ്. അതെന്താ? ഹുറം സുൽത്താന തിരിച്ചു വന്നതിൻ്റെ വിഷമത്തിൽ മാഹിദേവരൻ സുൽത്താനയ്ക്ക് അസുഖം പിടിച്ചു എന്നാ പറയുന്നത്. ഗുൽഷ ഒരു നിമിഷം ആലോചിച്ചു. എല്ലാവരും അവളെ തന്നെ നോക്കിയിരുന്നു. മാഹിദേവരൻ സുൽത്താനയ്ക്ക് ഒരു പ്രശ്നവുമില്ല. സുൽത്താന മിക്കവാറും പ്രഗ്നൻ്റ് ആയിരിക്കും. അതിൻ്റെ ലക്ഷണങ്ങളാണ് സുൽത്താനയ്ക്കുള്ളത്. സത്യമായും? ഒരു പെണ്ണ് ചോദിച്ചു. മാഹിദേവരൻ സുൽത്താന പ്രഗ്നൻ്റ് ആണ്. സുൽത്താന അടുത്ത ഷേസാദിനെ പ്രസവിക്കും. എല്ലാവരും പരസ്പരം പറഞ്ഞു. ഗുൽനിഹാലിൻ്റെ മുഖം മാറി. ഹുറം സുൽത്താന ഇത് കേൾക്കണ്ട, മറ്റൊരു പെണ്ണ് പറഞ്ഞു. ഗുൽഷ ഗുൽനിഹാലിനെ നോക്കി ചിരിച്ചു. അവൾ ഇഷ്ടക്കുറവോടെ നോക്കി. സാദിക മാഹിദേവരൻ സുൽത്താനയുടെ ചേംബറിലേക്ക് എത്തി. ഷേസാദ് മുസ്തഫ കളിക്കുകയാണ് സാദിക. അവന് പ്രശ്നമൊന്നുമില്ല. സാദിക കുമ്പിട്ടിട്ട് പോകാൻ തുടങ്ങുമ്പോൾ മാഹിദേവരൻ വിളിച്ചു. സാദിക, ഇങ്ങോട്ട് വന്നേ. അവൾ സംശയിച്ച് ചെല്ലുന്നു. നീ മുസ്തഫയെ നന്നായി നോക്കുന്നുണ്ട്. ഇന്നാ ഇതെടുത്തോ. മാഹിദേവരൻ കയ്യിലിട്ടിരുന്ന ബ്രേസ്ലെറ്റ് ഊരി കൊടുക്കുന്നു. സാദിക അത് വാങ്ങി. താങ്ക് യു സുൽത്താന. എനിക്ക് ഷഹസാദ് മുസ്തഫയെ വലിയ ഇഷ്ടമാണ്. മാഹിദേവരൻ ചിരിച്ചു. നീ പൊക്കോ. പോകുമ്പോൾ ഗുൽഷ എവിടെയാണെന്നൊന്ന് നോക്കണം. അവളോട് ഞാനൊരു പ്ലം സിറപ്പ് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. സാദിക കുമ്പിട്ടിട്ട് പോയി. സാദികയെ കണ്ട സുമ്പിൽ വിളിക്കുന്നു. സാദിക ഹാത്തൂൻ. സാദികയ്ക്ക് സന്തോഷമായി. വേണ്ട, അധികം സന്തോഷിക്കേണ്ട. സാദികയുടെ മുഖം മാറി. ഇൻക്യാരത്തിൻ്റെ പ്രൈവറ്റ് ചേംബറിലേക്ക് പോകുന്ന കാര്യം നീ മറന്നേക്ക്. അതെന്താ? വാലിദ സുൽത്താന നിന്നെ ഹദീജ സുൽത്താനയോടൊപ്പം വിടുകയാണ്. നീ ഇനി മെയ്ദാൻ പാലസിലാണ് ജീവിക്കാൻ പോകുന്നത്. സാദികയ്ക്ക് വിഷമമായി. വിഷമിക്കേണ്ട, ഹദീജ സുൽത്താന നിന്നെ സ്വന്തം ദാസിയായി കൂടെ കൂട്ടും. പക്ഷേ എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ ഇൻക്യാരത്തിൻ്റെ പ്രിയപ്പെട്ടവളാകാൻ പോവുകയാണ്. അത്തരം വലിയ വലിയ സ്വപ്നങ്ങളൊന്നും കാണണ്ട സാദിക. അത് നിന്നെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുകയേ ഉള്ളൂ. ഇതാണ് നിന്റെ വിധി എന്ന് അംഗീകരിച്ച് പറയുന്നതനുസരിച്ച് ജീവിക്കുക. ശരി, പൊക്കോ. സാദിക മടിച്ചു പോകുന്നു. ഹദീജ സുൽത്താന ഹുറത്തിൻ്റെ ചേംബറിലേക്ക് എത്തി. ഹുറം മെഹ്റുമ സുൽത്താനയെ ഉറക്കുകയായിരുന്നു. നീ തിരക്കാണെങ്കിൽ ഞാൻ പിന്നെ വരാം. അത് സാരല്ല സുൽത്താന. മെഹ്റുമ ഉറങ്ങി. ഇങ്ങോട്ട് വന്നോളൂ. ഹദീജ അവളുടെ അടുത്ത് പോയിരുന്നു. അവളെ ഞാനൊന്ന് എടുക്കട്ടെ? ഹുറം കുഞ്ഞിനെ കൊടുത്തു. മെഹ്റുമ സുൽത്താനയെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഹദീജ പറഞ്ഞു. അവളും സുൽത്താനയെ പോലെ സുന്ദരിയും വിനയവുമുള്ള ഒരു സുൽത്താനയായി മാറും, ഹുറം പറഞ്ഞു. ഹുറം, നീ പറഞ്ഞ സാദികയെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോവുകയാണ്. വാലിദ സമ്മതിച്ചു. നല്ല കാര്യം സുൽത്താന, ഹുറം പറഞ്ഞു. ഹദീജ സുൽത്താന പോയി കഴിഞ്ഞപ്പോൾ ഹുറം സന്തോഷത്തോടെ ആലോചിച്ച് നിൽക്കുന്നു. ഗുൽനിഹാൽ അങ്ങോട്ട് കയറി വന്നു. ഗുൽനിഹാൽ, ഇപ്പോൾ ഹദീജ വന്നിരുന്നു. സാദികയെ അവരുടെ കൂടെ കൊണ്ടുപോവുകയാണ്. നല്ലത്, ഗുൽനിഹാൽ പറഞ്ഞു. അവളുടെ മുഖത്തെ വിഷമം കണ്ട് ഹുറം ശ്രദ്ധിക്കുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഗുൽനിഹാൽ? ഹുറം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പക്ഷെ നീ ദേഷ്യപ്പെടരുത്. എന്തു പറ്റി? മാഹിദേവരൻ സുൽത്താന പ്രഗ്നൻ്റ് ആണ്. സത്യമാണോ? ഗുൽഷിയാണ് പറഞ്ഞത്. ഞാനത് കേട്ടതാണ്. ഹുറം വിഷമിച്ച് ബെഡിൽ ചെന്നിരുന്നു. എൻ്റെ പ്രശ്നങ്ങൾ ഒരിക്കലും അവസാനിക്കാൻ പോണില്ല. ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന്. അവളുടെ കണ്ണ് നിറഞ്ഞു. മാത്രാച്ചി ഇബ്രാഹിമിനോട് പറയുന്നു. ഇബ്രാഹിം പാഷ, എനിക്ക് വിക്ടോറിയയെ ഭയങ്കരമായി മിസ് ചെയ്യുന്നു. എൻ്റെ സ്വപ്നങ്ങളിൽ ഇപ്പോൾ അവൾ മാത്രമാണുള്ളത്. അവളുടെ പേര് സാദിക എന്നാണ്, വിക്ടോറിയ അല്ല. ഞാൻ അവളെ ആദ്യം കാണുമ്പോൾ അവൾ വിക്ടോറിയ ആയിരുന്നു. പാഷ, തനിക്ക് എൻ്റെ അവസ്ഥ മനസ്സിലാവും. ഇബ്രാഹിം അയാളെ നോക്കുന്നു. ഞങ്ങൾക്ക് പരസ്പരം കാണാനുള്ളൊരവസരം ഉണ്ടാക്കി തരൂ പ്ലീസ്. അത് താൻ വിചാരിക്കും പോലെ അത്ര എളുപ്പമല്ല മാത്രാച്ചി. തനിക്ക് എങ്ങനെ അവളെ പാലസിൽ വന്ന് കാണാനാവും? അതിന് ശ്രമിച്ചാൽ പിന്നെ തൻ്റെ തല ഇവിടെ കാണില്ല. സ്നേഹത്തിൻ്റെ പേരിൽ മരിക്കാൻ എനിക്ക് മടിയില്ല, മാത്രാച്ചി പറഞ്ഞുകൊണ്ട് പോകാൻ പോകുന്നു. നിക്ക്, പറയട്ടെ. കല്യാണം കഴിഞ്ഞ് മാറുമ്പോൾ സാദിക ഞങ്ങളോടൊപ്പം മെയ്താനി പാലസിലേക്ക് വരികയാണ്. തനിക്ക് അവളെ അവിടെ വെച്ച് കാണാം. മാത്രാച്ചിക്ക് സന്തോഷമായി. വളരെ നന്ദിയുണ്ട് പാഷ. മാത്രാച്ചി ഇബ്രാഹിമിൻ്റെ കയ്യിൽ പിടിക്കുന്നു. താൻ എന്താ കാണിക്കുന്നത് മാത്രാച്ചി? എല്ലാവരും ശ്രദ്ധിക്കുന്നു. അവരെ നോക്കിയവരെ മാത്രാച്ചി കൈവീശി കാണിച്ചു. ഞാൻ പോണു. എൻ്റെ വീട്ടുകാരവിടെ എന്നെ വെയിറ്റ് ചെയ്യുകയാണ്. ഇബ്രാഹിം പോയി. സാദിക ബോൺകുട്ടാഗിയെ കാണാനെത്തുന്നു. ബോൺകുട്ടാഗ, ഇവരെന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പോവുകയാണ്. എങ്ങനെയെങ്കിലും എനിക്കത് തടയണം. നൈറ്റ് പ്രെയറിൻ്റെ ടൈമിൽ ഇവിടെ വരണം. ഞാനൊരു ലെറ്റർ തരാം. തീർച്ചയായും രാത്രി ഞാൻ ഇവിടെ തന്നെ വരാം. ബോൺകുട്ടാഗ അവളുടെ കവിളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. സാദിക അയാളുടെ കൈ തട്ടി മാറ്റി. താൻ എന്താ ഈ ചെയ്യുന്നത്? അവൾ വേഗം അവിടുന്ന് പോയി. രാത്രി വരാൻ വൈകരുത്, അയാൾ വിളിച്ചു പറഞ്ഞു. രാത്രി വാലിദ സുൽത്താന മാഹിദേവരാനെ കാണാനെത്തുന്നു. എണീക്കാൻ പോയ മാഹിദേവരാനോട് പറയുന്നു. വേണ്ട, ഇരിക്കും മാഹിദേവരാൻ. കൺഗ്രാറ്റുലേഷൻസ്. എന്താ നീ ഇത് നേരത്തെ പറയാതിരുന്നത്? എന്ത്? നീ പ്രഗ്നൻ്റ് ആണെന്ന് ഹദീജ സുൽത്താന പറഞ്ഞു. മാഹിദേവരൻ ഒന്നും പറഞ്ഞില്ല. ഗുൽഷ പെട്ടെന്ന് പാനിക്കായി. മാഹിദേവരാൻ അവളെ തിരിഞ്ഞു നോക്കി. വാലിദ സുൽത്താനയും ഹദീജ സുൽത്താനയും പരസ്പരം നോക്കി. വാലിദ, ഞാൻ മാഹിദേവരാൻ വിക്കി പറഞ്ഞു തുടങ്ങി. നീ പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞ് എനിക്ക് വളരെ സന്തോഷമായി, വാലിദ സുൽത്താന പറഞ്ഞു. പേടിക്കേണ്ട മാഹിദേവരാൻ, ഈ കുഞ്ഞ് നല്ല ആരോഗ്യത്തോടെ പിറക്കും, ഹദീജ സുൽത്താന പറഞ്ഞു. ഫിസിഷ്യൻ വന്ന് പരിശോധിച്ചൊന്നും ഇല്ലല്ലോ വാലിദ. പിന്നെ എങ്ങനെ അറിയാനാവും? ചിലപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ഒന്നും ആയിരിക്കില്ല.
ശരിയാ, ഫിസിഷ്യൻ വന്ന് കൺഫേം ചെയ്തിട്ട് മാത്രം നമുക്കിതെൻ്റെ മോനോട് പറഞ്ഞാൽ മതി, വാലിദ സുൽത്താന പറഞ്ഞു. ഞാൻ ഫിസിഷ്യനെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർ നാളെ വരും, ദായ ഖാത്തുൻ പറഞ്ഞു. മാഹി ദേവ്രാൻ ഒന്നും മിണ്ടാനാവാതെ ഇരുന്നു. എന്നിട്ട് ഗുൽഷയെ നോക്കുന്നു. ഗുൽഷ നിന്ന് പരിങ്ങി. രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ഹുറം പറയുന്നു, വേറെ സ്വീറ്റ്സ് ഒന്നും ഇല്ലേ? നീ ഇപ്പോൾ തന്നെ കുറേ സ്വീറ്റ്സ് തിന്നല്ലോ ഹുറം, ഗുൽനിഹാൽ പറഞ്ഞു. എനിക്ക് മതിയായില്ല, വീണ്ടും സ്വീറ്റ്സ് കഴിക്കാൻ തോന്നുന്നു. നീ ചെന്ന് മാഹിദേവരൻ്റെ കാര്യം എന്തായെന്ന് അന്വേഷിച്ചിട്ട് വാ. ഞാനിപ്പോൾ പോയാൽ ശരിയാവില്ല, പിള്ളേരിപ്പോൾ എണീക്കും. മാഹിദേവരൻ സുൽത്താന പ്രഗ്നൻ്റ് ആണെങ്കിൽ പ്രഗ്നൻ്റ് ആണ്, അതിനിപ്പോൾ എന്ത് ചെയ്യാനാ? ഗുൽനിഹാൽ പറഞ്ഞു. ഇതൊരു ആൺകുട്ടിയാണെങ്കിൽ പിന്നെ അവർക്ക് വീണ്ടും അഹങ്കാരം കൂടും, പിന്നെ എനിക്ക് സമാധാനം തരില്ല. സാദിക രാത്രി ബോൺകുട്ടാഗയ്ക്ക് ലെറ്റർ കൊണ്ടുപോയി കൊടുക്കുന്നു. അവർ എന്നെ ഇബ്രാഹിം പാഷയുടെ പാലസിലേക്ക് വിടുകയാണ്. നീ പേടിക്കണ്ട, സമയം പോലെ ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. ബോൺകുട്ടാഗ അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നെ തുടരുത്. പേടിക്കണ്ട, ഇപ്പോൾ ഇങ്ങോട്ട് ആരും വരില്ല. അയാൾ അവളെ വീണ്ടും പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നെ തുടരുത്, മാറി നിന്നു. പതുക്കെ പറ, ഒച്ച വയ്ക്കല്ലേ. നീ സമ്മതിച്ചില്ലെങ്കിൽ നീ ആരാണെന്ന് ഞാൻ എല്ലാവരോടും പറയും. അയാൾ അവളെ കടന്നു പിടിച്ച് റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. സുംബുലാഗയും ഷെക്കേറാഗയും സംസാരിക്കുകയായിരുന്നു. കരച്ചിൽ കേട്ട് അവർ ശ്രദ്ധിക്കുന്നു. ഇതാരാ കരയുന്നത്? അവർ ശ്രദ്ധിക്കുന്നു. ആ സൈഡിൽ നിന്നാണ് ശബ്ദം വരുന്നത്. അവർ അങ്ങോട്ട് പോകുന്നു. സാദിക കരയുന്നു. അവൾ അയാളുടെ അരയിലുണ്ടായിരുന്ന കത്തി ഊരി അയാളെ തന്നെ കുത്തി. എന്നിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. സുംബുലാഗയും ഷെക്കേറാഗയും അങ്ങോട്ടെത്തി. സുംബുലാഗ, എന്നെ രക്ഷിക്കൂ, ഇയാൾ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. സുംബുൽ ഗാർഡ്സിനെ വിളിക്കുന്നു. ഈ ക്രിമിനലിനെ പിടിച്ചു കൊണ്ടുപോയി ജയിലിലിടൂ. സുംബുലാഗ, ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ ഒന്നും ചെയ്തില്ല, അവളാണ് എന്നെ അറ്റാക്ക് ചെയ്തത്. നുണ പറയേണ്ട ബോൺകുട്ടാഗ, അവനെ ഇവിടുന്ന് കൊണ്ടുപോക്കോ, സുംബുൽ പറഞ്ഞു. സാദികയെ കണ്ട സുംബുൽ പറയുന്നു, പാവം പെണ്ണ്, പേടിച്ചു പോയി. ഷെക്കേറാഗ, ഇവൾക്ക് കുറച്ച് ആൽമണ്ട് സർബത്ത് ഉണ്ടാക്കി കൊടുക്ക്. അയാൾ തലയാട്ടി. വാ, നമുക്ക് ഹരത്തിലേക്ക് പോകാം. സുംബുലാഗ, അള്ളാഹുവിനെ ഓർത്ത് എന്നെ മറ്റു പെണ്ണുങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുപോകല്ലേ. ഇങ്ങനെ കണ്ടാൽ അവരെന്നെ കളിയാക്കും. ശരി, നീ വാ, നിന്നെ നിഗാർ കാഫയുടെ അടുത്തേക്ക് കൊണ്ടുപോകാം. അവൾ നിനക്ക് പറ്റിയ സ്ഥലം തരും. അവൾ നിന്നെ നോക്കിക്കോളും. നിഗാർ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുകയായിരുന്നു. അവർ വന്ന് കൊട്ടിയപ്പോൾ അവൾ പോയി ഡോർ തുറന്നു. സുംബുലാഗയെ കണ്ട അവൾ പറയുന്നു, എന്താ സുംബുലാഗ ഇങ്ങോട്ട് വന്നത്? ഇവിടെ വരാൻ പാടില്ലല്ലോ. ഇപ്പോൾ വരാതെ വേറെ വഴിയുണ്ടായില്ല. എന്തുപറ്റി? എല്ലാം സാദിക പറയും. സാദിക, നീ അകത്തേക്ക് ചെല്ലേ, എനിക്കിപ്പോൾ ഇബ്രാഹിം പാഷയെ പോയി കാണണം. നിഗാർ അവളെ അകത്തേക്ക് കയറ്റി ഡോർ അടച്ചു. മാഹി ദേവരാൻ ഗുൽഷയെ വഴക്ക് പറയുന്നു. ഗുൽഷ, നീയല്ലേ ഇത് പറഞ്ഞു പരത്തിയത്? സുൽത്താന, ഞാൻ... മാഹി ദേവരാൻ അവളുടെ കർണത്തടിച്ചു. നീ എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തും. ഞാൻ ഹുറത്തെ കേൾപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ, അവൾ അഹങ്കരിക്കാതിരിക്കാൻ. ഞാൻ പ്രഗ്നൻ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അവളാകും എന്നെ ആദ്യം കളിയാക്കി ചിരിക്കുക. സുൽത്താന, നിങ്ങളുടെ ക്ഷീണവും ഛർദിയും എല്ലാം പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങളാണ്. പൊക്കോ എൻ്റെ മുന്നിൽ നിന്ന്. സുൽത്താന, ഞാൻ... ഇറങ്ങി. മാഹി ദേവരാൻ ഒച്ച വെച്ചു. ഗുൽഷ അവരെ ഒന്ന് നോക്കിയിട്ട് ഇറങ്ങിപ്പോയി. മാഹി ദേവരാൻ അസ്വസ്ഥതയോടെ പോയിരുന്നു. വാലിദ സുൽത്താന ഖദീജ സുൽത്താനയോട് പറയുന്നു, മാഹി ദേവരാൻ പ്രസവിക്കാൻ പോകുന്നത് ഒരു ആൺകുട്ടിയാണെങ്കിൽ ഇപ്പോൾ ഇവിടെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങും. പക്ഷേ മാഹി ദേവരാൻ ഒട്ടും ഉറപ്പില്ല, ഖദീജ പറഞ്ഞു. അവൾക്ക് ഒരു പ്രഗ്നൻ്റ് ലേഡിയുടെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. അവൾക്ക് ഗർഭമുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നല്ലത് സംഭവിക്കുമെന്ന് വിചാരിക്കാം. എന്തായാലും നാളെ ഫിസിഷ്യൻ വന്ന് പരിശോധിക്കുമല്ലോ, ഖദീജ പറഞ്ഞു. സുംബുൽ ഇബ്രാഹിമിനെ കാണാൻ എത്തുന്നു. ഇബ്രാഹിം പാഷ, ഈ നേരത്തെ ശല്യപ്പെടുത്തുന്നതിൽ ക്ഷമിക്കണം. എന്താ കാര്യം സുംബുൽ? ഇവിടെ വളരെ വലിയൊരു ദുരന്തം നടന്നു ഇബ്രാഹിം പാഷ. എനിക്ക് തോന്നി ഇതാദ്യം അറിയിക്കേണ്ടത് അങ്ങനെയാണെന്ന്. എന്താ കാര്യം പറ. ബോൺകുട്ടാകെ സാദിക ഖാത്തുനെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു. ബഹളം കേട്ട് കൃത്യസമയത്ത് ഞാൻ എത്തിയതുകൊണ്ടൊന്നും സംഭവിച്ചില്ല. ഞാൻ അവനെ ജയിലിൽ അടച്ചിട്ടുണ്ട്. അവൻ കുന്തപ്പടയിലുള്ള പട്ടാളക്കാരനാണ്. അവരുടെ തലവനെ ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട്. ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങളാണ് ഹരത്തെ സംരക്ഷിക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ തന്നെ ഹരത്തിലെ ഒരു പെണ്ണിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. വളരെ മോശമായി പോയെന്ന്. ഇപ്പോൾ സാദിക ഖാത്തൂൻ എങ്ങനെയുണ്ട്? അവൾ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. ഞാൻ അവളെ നിഗാർ കാഫയുടെ റൂമിലാക്കി. നിഗാർ കാഫയോട് പറയണം സാദികയെ നന്നായി നോക്കണമെന്ന്. അവളായിരിക്കും ഖദീജ സുൽത്താനയുടെ പ്രധാന പരിചാരിക. ഇനി ഇതേപ്പറ്റി മറ്റാരും അറിയരുത്. ഇബ്രാഹിം സുംബുലിനെ നോക്കാതെ പറഞ്ഞു. ബോൺകുട്ടാഗിയുടെ കാര്യം എന്തു ചെയ്യും പാഷ? ഇബ്രാഹിം സുംബുലിനെ നോക്കി. നിഗാർ സാദികയോട് പറയുന്നു, ബോൺകുട്ടാഗ നിന്നെ നോട്ടമിട്ട് വെച്ചിരുന്നതായിരിക്കും. പക്ഷേ ഇതിൽ നിന്റെ ഭാഗത്തും തെറ്റുണ്ട്. നിന്നോടാരാ ഈ രാത്രി ഹരത്തിൽ നിന്ന് ഇറങ്ങി നടക്കാൻ പറഞ്ഞത്? അയാൾ ഇങ്ങനെ ഒരു വൃത്തികെട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നീ ശ്രദ്ധിക്കണമായിരുന്നു. ഇതിനു മുമ്പും ഞാൻ ഈ കാര്യത്തിൽ നിന്നെ വാൺ ചെയ്തിട്ടുള്ളതാണ്. ആ സമയത്ത് സുംബുലാഗ അങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിലോ? നിന്നെ അയാൾ റേപ്പ് ചെയ്തേനെ. പിന്നെ നിനക്കിവിടെ നിൽക്കാനാവില്ല. തെരുവിൽ അലഞ്ഞു നടക്കേണ്ടി വരും. നിഗാർ കാഫ, ഇനിയിപ്പോൾ എന്ത് സംഭവിക്കും? അവർ എന്നെ ശിക്ഷിക്കുമോ? നന്നായി പ്രാർത്ഥിച്ചോ. ഇത് വാലിദ സുൽത്താൻ അറിയാതിരിക്കാൻ. വാലിദ സുൽത്താൻ അറിഞ്ഞാൽ പിന്നെ നിന്റെ കാര്യം ദുരന്തമാവും. സാദിക കരയുന്നു. സാരമല്ല, കരയണ്ട. ഇപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കുക. നിഗാർ തോളത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു. നാളത്തെ കാര്യം നാളെ നോക്കാം. നിഗാർ കാഫ,
നിങ്ങൾ വളരെ സുന്ദരിയും ദയാലുവുമാണ്, സാദിക കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. നിഗാർ ചിരിച്ചിട്ടെണീറ്റു. രാവിലെ ഇബ്രാഹിം സുലൈമാൻ്റെ ചേംബറിലേക്ക് കയറി ചെല്ലുന്നു. ഗുഡ് മോർണിംഗ് ഇൻക്യാരം. ഗുഡ് മോർണിംഗ് പാർഗളി. ഇന്ന് നല്ല കാലാവസ്ഥയാണെന്ന് തോന്നുന്നു. നമുക്ക് ഹണ്ടിങ്ങിന് കാട്ടിൽ പോയാലോ? ഇൻക്യാരം, എനിക്ക് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. അങ്ങേക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തീർത്തിട്ട് പിന്നീട് ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. എല്ലാം തീർത്തിട്ട് നീ അങ്ങോട്ട് വന്നാൽ മതി. ഇബ്രാഹിം കുമ്പിട്ടു. ഇൻക്യാരം, അങ്ങേ ഈ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ എനിക്കൊരു ഐഡിയ തോന്നുന്നു. അങ്ങയുടെ ഒരു പെയിൻറ്റിങ് വരപ്പിച്ച് ഇവിടെ തൂക്കാമായിരുന്നു. ക്രിമിയയിൽ നിന്ന് വന്ന ലിയോ എന്ന പെയിൻറ്ററെ പറ്റി ഞാൻ അങ്ങയോട് പറഞ്ഞിരുന്നില്ലേ? ലിയോയ്ക്ക് നന്നായി വരയ്ക്കാനാവും. എൻ്റെ ഗ്രാൻഡ് ഫാദർ സുൽത്താൻ മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ് വരപ്പിച്ചിരുന്നു. ഒരു പ്രശസ്ത ഇറ്റാലിയൻ പെയിൻറ്റർ ബെല്ലിനിയാണ് അത് വരച്ചത്. സുലൈമാൻ വീണ്ടും കണ്ണാടിയിൽ നോക്കി. നമുക്ക് വരപ്പിക്കാം ഇബ്രാഹിം. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അയാളുടെ തല വെട്ടും. അതേക്കുറിച്ച് വിഷമിക്കേണ്ട ഇൻക്യാരം. ഞാൻ ലിയോയോട് പറഞ്ഞേക്കാം. സുലൈമാൻ ചിരിച്ചു. മാഹി ദേവരാൻ ഗുൽഷയെ വഴക്ക് പറയുന്നു. ഗുൽഷ, നീ കാരണം ഞാനിപ്പോൾ എല്ലാവരുടെയും മുന്നിൽ നാണം കെടാൻ പോവുകയാണ്. സുൽത്താന, മിണ്ടിപ്പോകരുത്. നിന്റെ നാവ് പിഴുതെടുക്കാതിരിക്കുന്നതിന് നീ എന്നോട് നന്ദി പറയണം. വാലിദ സുൽത്താനയും ഹദീജ സുൽത്താനയും ഫിസിഷ്യനെയും കൊണ്ട് അങ്ങോട്ട് കയറി വരുന്നു. ഗുഡ് മോർണിംഗ് വാലിദ. എല്ലാം നന്നായി വരട്ടെ മാഹി ദേവരാൻ. വേഗം പരിശോധിച്ച് ഞങ്ങൾക്ക് സന്തോഷവാർത്തതാ. വാലിദ സുൽത്താന ഫിസിഷ്യനോട് പറഞ്ഞു. അവർ കുമ്പിട്ടിട്ട് മാഹി ദേവരാനെ പരിശോധിക്കുന്നു. ഹുറം ഉറങ്ങുകയായിരുന്ന ഗുൽനിഹാലിനെ വിളിച്ചുണർത്തുന്നു. ഗുൽനിഹാൽ, എണീക്ക്. മാഹി ദേവരാൻ്റെ ചേംബറിലേക്ക് ഫിസിഷ്യൻ വന്നിട്ടുണ്ട്. നീ ചെന്ന് അന്വേഷിച്ചിട്ട് വാ, അവരെന്താ പറയുന്നതെന്ന്. അതെന്തായാലും നമുക്ക് പിന്നീട് അറിയാമല്ലോ. പിന്നെ എന്തിനാ ഇപ്പോൾ തന്നെ പോകുന്നത്? എനിക്കിപ്പോൾ തന്നെ അറിഞ്ഞേ പറ്റൂ. എണീക്ക്, ചെല്ല്. ഗുൽനിഹാൽ മാഹി ദേവരാൻ്റെ ഡോറിന് വെളിയിൽ വന്ന് എത്തി നോക്കുന്നു. പറയൂ ഡോക്ടർ, എനിക്കൊരു പേരക്കുട്ടിയെ കിട്ടാൻ പോവുകയല്ലേ? മാഹി ദേവരാൻ അസ്വസ്ഥയായി. ക്ഷമിക്കണം സുൽത്താന, മാഹി ദേവരാൻ സുൽത്താന പ്രഗ്നൻ്റ് അല്ല. ഗുൽഷ മുഖം തിരിച്ചു. വാലിദ സുൽത്താനയ്ക്കും ഹദീജ സുൽത്താനയ്ക്കും സങ്കടമായി. ഉറപ്പാണോ? വാലിദ സുൽത്താന ചോദിച്ചു. അവർ തലയാട്ടി. അത് കേട്ട ഗുൽനിഹാൽ സന്തോഷത്തോടെ പോകുന്നു. മാഹി ദേവരാൻ ദേഷ്യത്തോടെ ഗുൽഷയെ നോക്കി. ഗുൽനിഹാൽ വന്നപ്പോൾ ഹുറം ഓടിച്ചെല്ലുന്നു. സന്തോഷ വാർത്ത പറ ഗുൽനിഹാൽ. സന്തോഷമാണോ ദുഃഖമാണോ എന്നെനിക്കറിയില്ല. മാഹി ദേവരാൻ ഹുറം അക്ഷമയോടെ നോക്കി. പ്രഗ്നൻ്റ് അല്ല. അവർ ചിരിക്കുന്നു. എന്നിട്ട് ഹഗ് ചെയ്തു. ഹുറം 2 ഗോൾഡ് കോയിൻസ് എടുത്ത് അവൾക്ക് കൊടുത്തിട്ട് ഇറങ്ങിപ്പോയി. വാലിദ സുൽത്താന പറയുന്നു. വിഷമിക്കേണ്ട മാഹി ദേവരാൻ, നിനക്ക് ഇനിയും കുട്ടികളുണ്ടാവും. നീ ഇപ്പോൾ ഇൻക്യാരത്തിൻ്റെ കൂടെയല്ലേ? അതെ, മാഹി ദേവരാൻ വിഷമത്തോടെ പറഞ്ഞു. വാലിദ സുൽത്താന അവളെ ശ്രദ്ധിക്കുന്നു. ഹുറം അങ്ങോട്ട് കയറി വന്നു. എല്ലാവരെയും നോക്കി ചിരിച്ചിട്ട് വന്ന് കുമ്പിട്ടു. ഹസൈക്കി സുൽത്താന, നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന സന്തോഷവാർത്ത അറിഞ്ഞു വന്നതാണ് ഞാൻ. കൺഗ്രാജുലേഷൻസ്. മാഹി ദേവരാൻ ഒന്നും മിണ്ടിയില്ല. വാലിദ സുൽത്താന നോക്കുന്നു. അവൾ പ്രഗ്നൻ്റ് അല്ല ഹുറം. ഹുറം അറിയാത്തതുപോലെ നോക്കുന്നു. നമുക്ക് ഈ വിഷയം ഇനി സംസാരിക്കണ്ട, ഹദീജ സുൽത്താന പറഞ്ഞു. അയ്യോ, ഞാൻ അറിഞ്ഞില്ല. വിഷമിക്കേണ്ട സുൽത്താന. ഇപ്പോഴും സുൽത്താന ചെറുപ്പമല്ലേ. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് കുട്ടികളുണ്ടാവും. എല്ലാവരും മുഖം തിരിച്ചു. വാലിദ സുൽത്താന അവളെ നോക്കി. മാഹി ദേവരാൻ തലയാട്ടുന്നു. ഹുറം ഒന്നും അറിയാത്തതുപോലെ നോക്കി. നിഗാർ കണ്ണാടിയിൽ നോക്കി ഒരുങ്ങുകയായിരുന്നു. സാദിക പെട്ടെന്ന് പുറകിൽ വന്നപ്പോൾ അവൾ ഞെട്ടിപ്പോയി. നീ എന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ സാദിക. നിഗാർ കാഫ, എനിക്ക് പോണം. വാലിദ സുൽത്താന എന്നെ അന്വേഷിക്കുന്നുണ്ടാവും. ശരി, നീ ഡ്രസ്സ് ചെയ്തിട്ട് പൊക്കോ. പക്ഷെ എനിക്ക് പേടിയാവുന്നു. ഇനി എന്ത് സംഭവിക്കുമെന്ന് ഓർക്കുമ്പോൾ. ഇന്നലെ രാത്രി നീ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ സുംബുലാഗ വന്നിരുന്നു. ഇബ്രാഹിം പാഷയ്ക്ക് നിന്നെ വിശ്വാസമാണ്. ഇനി ഇതേപ്പറ്റി ആരും അറിയില്ല. നീ പേടിക്കണ്ട. ബോൺകുട്ടാഗിയുടെ കാര്യം എന്താവും? നിഗാർ ഒന്നും മിണ്ടിയില്ല. ബോൺകുട്ടാഗിയെ പിടിച്ചു കൊണ്ടുവന്ന് തല വെട്ടിക്കൊല്ലാൻ പോകുന്നു. ഇബ്രാഹിം അവിടെ എത്തിയിരുന്നു. ഇബ്രാഹിം സമ്മതം കൊടുത്തു. ആ സ്ത്രീയെ വിശ്വസിക്കരുത്. അവരൊരു വഞ്ചകിയാണ്. സുൽത്താൻ സുലൈമാൻ. അയാൾ പറഞ്ഞു തീരും മുമ്പ് അയാളുടെ തല വെട്ടി. ഇബ്രാഹിം ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് പോയി. ലിയോ രാവിലെ തന്നെ പെയിൻറ്റിങ് തുടങ്ങിയിരുന്നു. അയാൾക്ക് അലക്സാന്ദ്രയെ ഓർമ്മ വരുന്നു. അലക്സ്, നീ എവിടെയാണ്? അയാൾ സ്വയം ചോദിച്ചു. ലിയോ, മാത്രാച്ചി വിളിച്ചു. ലിയോ തിരിഞ്ഞു നോക്കി. എങ്ങനെ പോണു പെയിൻറ്റിങ്? കുഴപ്പമൊന്നുമില്ല. സൂക്ഷിച്ച് നിൽക്കുക, അവിടെ നിന്ന് വീഴരുത്. ഞാൻ വീഴില്ല. അതെന്താ, ചിറകാണോ വരച്ചിരിക്കുന്നത്? അതെ, നല്ല ഭംഗിയുണ്ട്. എന്നെയും പഠിപ്പിച്ചതാ. താങ്കൾ നല്ല കഴിവുള്ളയാളാണ് നസ്വ എഫൻഡി. ഞാൻ പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. മാത്രാച്ചിയുടെ പുറകിൽ ഇബ്രാഹിം വരുന്നു. അയാളെ കണ്ട ലിയോ വേഗം തല കുനിച്ച് നിന്നു. ഇബ്രാഹിം മാത്രാച്ചിയുടെ പുറകിൽ തട്ടി. ഞാൻ പുറകിൽ കൂടി വന്ന് തൻ്റെ തല വെട്ടിയാൽ പോലും താൻ അറിയില്ലല്ലോ മാത്രാച്ചി. അയാൾ ചിരിച്ചു. പെയിൻറ്റിങ്സ് കണ്ട ഇബ്രാഹിം പറയുന്നു. ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് കഴിയും വരെ കാത്തിരിക്കാനുള്ള ക്ഷമ എനിക്ക് കിട്ടുന്നില്ല. ഇബ്രാഹിം പറഞ്ഞു. മാത്രാച്ചി തലയാട്ടി. ലിയോ, എനിക്ക് ഒരു പെയിൻറ്റിങ് കൂടി തന്നെ കൊണ്ട് വരപ്പിക്കാനുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. ലിയോ തലയാട്ടി. താൻ സുൽത്താൻ സുലൈമാൻ്റെ പെയിൻറ്റിങ് വരയ്ക്കണം. ഇത് വളരെ ഭാഗ്യമുള്ളവർക്ക് കിട്ടുന്ന അവസരമാണ്. എന്നോട് നന്ദി വേണം. മാത്രാച്ചി ലിയോയെ നോക്കി ചിരിച്ചു. അയാളും ചിരിച്ചു. മാത്രാച്ചി, നാളെ രാവിലെ പാലസിലേക്ക് വരണം. ഹുറം ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഹുറം, നീ എന്തിനാ അവിടെ പോയി മാഹി ദേവരാൻ സുൽത്താനെ കൺഗ്രാജുലേറ്റ് ചെയ്തത്?
വളരെ കഷ്ടമായിപ്പോയി, ഗുൽനിഹാൽ പറഞ്ഞു. അവർ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെക്കൊണ്ട് കാലു പിടിപ്പിച്ചു. ഇടയ്ക്ക് അവരുടെ മുന്നിൽ എനിക്കും ഒന്ന് ജയിക്കണ്ടേ? നിഗാർ കയറി വരുന്നു. ഹുറത്തിൻ്റെ തീറ്റ കണ്ട് പറയുന്നു. ഹുറം സുൽത്താന, നിങ്ങൾ ഇത് മുഴുവൻ തിന്നു തീർക്കുമോ? എനിക്ക് മാത്രമല്ല, ഷേസാദ് മുഹമ്മദിനും കൂടിയുണ്ട് ഇതിൽ. നിഗാർ ചിരിച്ചു. എനിക്ക് വിശപ്പ് മാറുന്നില്ല നിഗാർ. അവൾ വീണ്ടും കഴിക്കാൻ തുടങ്ങി. നിന്റെ തീറ്റ കാരണം ഇവിടെ കാടപ്പക്ഷികൾ തികയുന്നില്ല. നീ തിന്നുന്നത് പ്രഗ്നൻ്റായ പെണ്ണുങ്ങളെ പോലെയാണ്, നിഗാർ പറഞ്ഞു. ഹുറം ഒരു നിമിഷം ഒന്ന് സ്റ്റക്കായി. എന്നിട്ട് രണ്ടുപേരെയും നോക്കുന്നു. ഞാൻ വീണ്ടും പ്രഗ്നൻ്റായി കാണുമോ? നിഗാറും ഗുൽനിഹാലും പരസ്പരം നോക്കി. നിഗാർ, നീ ഫിസിഷ്യനെ വിളിക്കണം. അത് നിന്റെ തോന്നലാണ്. എന്തായാലും ഒന്ന് അറിയാമല്ലോ. എനിക്ക് സംശയമുണ്ട്. അള്ളാ. നിഗാർ എണീറ്റ് പോകുന്നു. ഹുറം ചിരിച്ചു. ഞാൻ എത്രമാത്രം എൻ്റെ വിധിയെ അംഗീകരിച്ച് ഒതുങ്ങി ജീവിക്കാൻ ശ്രമിച്ചാലും ദുരിതങ്ങൾ എന്നെ വിടാതെ പിന്തുടരുകയാണ്, മാഹിദേവരാൻ പറഞ്ഞു. നമ്മൾ മനുഷ്യരല്ലേ മാഹിദേവരാൻ. അള്ളാഹുവിൻ്റെ വിധിയെ അംഗീകരിച്ചേ ജീവിക്കാനാവൂ, ഖദീജ സുൽത്താന പറഞ്ഞു. മാഹിദേവരാൻ അവരെ നോക്കുന്നു. നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. തീർച്ചയായും നിനക്ക് നല്ലത് വരും മാഹിദേവരാൻ. എത്ര കൂടുതൽ പ്രസവിക്കുന്നുവോ അവർക്ക് ഇവിടെ പരിഗണനയുള്ളൂ. ഷേസാദുമാരെ പ്രസവിക്കാത്ത സ്ത്രീകൾക്ക് ഇവിടെ നിലനിൽപ്പ് തന്നെയില്ല. സുൽത്താനയ്ക്ക് അറിയുമോ, ഞാൻ ഇൻക്യാരത്തിൻ്റെ പ്രൈവറ്റ് ചേംബറിലേക്ക് പോയ രാത്രികളിൽ അദ്ദേഹം എന്നെ ഒന്ന് തൊടുക പോലും ചെയ്തില്ല. പിന്നെ എങ്ങനെ ഞാൻ പ്രഗ്നൻ്റ് ആവാനാ? മാഹിദേവരാൻ, നിന്റെ സ്വകാര്യ ജീവിതത്തെപ്പറ്റി നീ ആരോടും പറയണ്ട. മാഹിദേവരാൻ തലയാട്ടി. അതാരോടും പറയാനാവാതെ മനസ്സിലിട്ട് മരിച്ചു പോട്ടെ ഞാൻ. ഖദീജ സുൽത്താൻ ഒന്നും മിണ്ടിയില്ല. സുലൈമാൻ ആഭരണ നിർമ്മാണത്തിലായിരുന്നു. ഇബ്രാഹിമിൻ്റെ വയലിൻ വായന കേട്ട അയാൾ എണീറ്റ് പോയി നോക്കുന്നു. ബാൽക്കണിയിൽ ഇബ്രാഹിമിനെയും ഖദീജയെയും കണ്ട സുലൈമാൻ ചിരിച്ചിട്ട് തിരിച്ചുപോയി. ഫിസിഷ്യൻ വന്ന് ഹുറത്തെ പരിശോധിക്കുന്നു. ഹുറം അവരെ നോക്കി. നിങ്ങൾ പ്രഗ്നൻ്റ് ആണ് സുൽത്താന. കേട്ടോ നിഗാർ കാഫ, ഞാൻ പ്രഗ്നൻ്റ് ആണ്. അടുത്ത ഷേസാദ് വരാറായി. അവർ ഓടിച്ചെന്ന് നിഗാർ കാഫയെയും ഗുൽനിഹാലിനെയും കെട്ടിപ്പിടിച്ചു. മാത്രാച്ചി ലിയോയെയും കൂട്ടി പാലസിലേക്ക് വരുന്നു. എന്തു ഭംഗിയായി ഈ പാലസ് കാണാൻ. ലിയോ ആകാംക്ഷയോടെ ചുറ്റും നോക്കി. മാത്രാച്ചി ചിരിച്ചു. ലിയോ, ഇവിടെ ഏറ്റവും വിനയമായി വേണം പെരുമാറാൻ, വാലിദ സുൽത്താന പറയുന്നു. മാഹിദേവരാൻ, അടുത്ത തവണ മെയ്താൻ പാലസിൽ പോകുമ്പോൾ നീ കൂടെ വരൂ. അവിടെ ഇടാനുള്ള ഫർണിച്ചറുകളും കർട്ടനുകളും സെലക്ട് ചെയ്യാം. അവൾ തലയാട്ടി. ഖദീജ സുൽത്താന ചിരിച്ചു. ഹുറം അങ്ങോട്ട് കയറി വരുന്നു. വാലിദ, അവൾ കുമ്പിട്ടു. കയറി വാ ഹുറം. ഞങ്ങൾ ഖദീജയുടെ പാലസിലേക്ക് വേണ്ട ഫർണിച്ചറുകൾ സെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? വാലിദ, ഞാനൊരു കാര്യം പറയാനാ വന്നത്. വാലിദ സുൽത്താന തലയാട്ടി. അവൾ മാഹിദേവരാനെ നോക്കി. മാഹിദേവരാനും അവളെ നോക്കുന്നു. ഖദീജ സുൽത്താനയും ശ്രദ്ധിച്ചു. എന്താ, പറഞ്ഞു ഹുറം. സന്തോഷ വാർത്തയാണ്. ഞാൻ പ്രഗ്നൻ്റ് ആണ്. മാഹിദേവരാന് സങ്കടം വന്നു. വാലിദ സുൽത്താനയും ഖദീജ സുൽത്താനയും മാഹിദേവരാനെ നോക്കി. ഹുറം എല്ലാവരെയും ഒന്ന് നോക്കുന്നു. ഇബ്രാഹിം സുലൈമാനോട് വന്ന് പറയുന്നു. ഇൻക്യാരം, പെയിൻറ്റർ ലിയോ എത്തിയിട്ടുണ്ട്. അങ്ങയെ കാത്ത് മെയിൻ ഗാർഡനിൽ നിൽക്കുകയാണ്. നീ എനിക്ക് കൂടുതൽ ജോലി തരികയാണ് പാർഗളി, സുലൈമാൻ പറഞ്ഞിട്ട് നടന്നു. മാഹിദേവരാൻ വിഷമിച്ചിറങ്ങി വരുന്നു. എന്നിട്ട് വരാന്തയിൽ ചാരി നിന്ന് കരഞ്ഞു. അവരെ കണ്ട നിഗാർ വന്ന് പിടിക്കുന്നു. സുൽത്താന, എന്തുപറ്റി? എന്നെ തൊടരുത്. നീ പോയി ആ വിഷസർപ്പത്തെ പിടിച്ചാൽ മതി, മാഹിദേവരാൻ ഒച്ച വെച്ച് പറഞ്ഞു. എന്നിട്ട് പോകുന്നു. സുൽത്താന, സൂക്ഷിച്ചു പോകൂ, നിഗാർ പറഞ്ഞു. ഹുറം വാലിദ സുൽത്താനയോട് പറയുന്നു. വാലിദ, ഞാൻ പോയി ഈ സന്തോഷവാർത്ത ഇൻക്യാരത്തെ അറിയിക്കട്ടെ? ശരി, ചെന്ന് പറയ്. പക്ഷെ ഇതൊരു ഷേസാദാണ് എന്ന് പറഞ്ഞ് നടക്കുന്നത് നിർത്ത്. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നല്ല ആരോഗ്യമുള്ള കുഞ്ഞാവണമെന്ന് പ്രാർത്ഥിക്കേ. ശരി വാലിദ. ഖദീജ സുൽത്താന, എൻ്റെ കൂടെ ഇൻക്യാരത്തിൻ്റെ അടുത്ത് വരുന്നുണ്ടോ? നമുക്ക് ഒരുമിച്ച് പോയി പറയാം. ഖദീജ വാലിദ സുൽത്താനയെ നോക്കി. വാലിദ തലയാട്ടി. ശരി വാ, നമുക്ക് പോകാം. അവർ പോകുന്നു. ലിയോ പെയിൻറ്റിങ്ങിന് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു. സുൽത്താൻ സുലൈമാൻ ഖാൻ എഴുന്നള്ളുന്നു വിളിച്ചു പറയുന്നത് കേട്ട് ലിയോ തിരിഞ്ഞ് തല കുനിച്ചു നിന്നു. ഇപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണ്ട, മാത്രാച്ചി അയാളെ തിരിച്ചു നിർത്തി. സുൽത്താനമാർ വരുമ്പോൾ തിരിഞ്ഞു നിന്നാൽ മതി. ബാദുഷ വരുമ്പോൾ നിന്റെ ചന്തിയും കാണിച്ച് നിന്നാൽ തല പോവും. സുലൈമാൻ അങ്ങോട്ട് വരുന്നു. അയാൾ ലിയോയെ നോക്കി. ഇൻക്യാരം, ഇതാണ് ഞാൻ പറഞ്ഞ ക്രിമിയൻ പെയിൻറ്റർ ലിയോ, ഇബ്രാഹിം പറഞ്ഞു. സ്വാഗതം ലിയോ. എൻ്റെ വാലിദ ഹഫ്സ ആയിഷ സുൽത്താനയും ക്രിമിയക്കാരിയാണ്. ക്രിമിയയിൽ നിന്നുള്ളവരെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ കാണട്ടെ തൻ്റെ പെയിൻറ്റിങ് എങ്ങനെ ഉണ്ടാവുമെന്ന്. സുലൈമാൻ ഒരുക്കിയിരുന്ന ചെയറിൽ പോയിരുന്നു. ഹുറം പറയുന്നു. അവിടെ ഇബ്രാഹിം പാഷയും ഉണ്ടാവും, നിങ്ങൾക്ക് കാണാം സുൽത്താന. സുംബുൽ വന്ന് പറയുന്നു. സുൽത്താന, ഇൻക്യാരവും ഇബ്രാഹിം പാഷയും ഇവിടെയില്ല, മെയിൻ ഗാർഡനിൽ പോയിരിക്കുകയാണ്. എന്നാൽ നമുക്ക് അങ്ങോട്ട് പോകാം സുൽത്താന, ഹുറം ചോദിച്ചു. ഖദീജ തലയാട്ടി.